കായിക രംഗത്ത് യോഗാസനയ്ക്ക് ലഭിച്ചുവരുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് എം.കെ. രാഘവൻ എം.പി. 7ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. കോഴിക്കോടിന്റെ കായിക ചരിത്രത്തിൽ യോഗാസന കായിക രംഗത്തിന് കൂടുതൽ കരുത്തേകിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമതയും മാനസിക ഏകാഗ്രതയും അച്ചടക്കവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നുമായി 100 കണക്കിന് യോഗാസന താരങ്ങൾ പങ്കെടുക്കും. ഉദ്ഘാടനം എം.കെ. രാഘവൻ എം.പി. നിർവഹിച്ചു. യുവതലമുറയുടെ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് യോഗാസനം സുപ്രധാനമാണെന്ന് എം.പി. പറഞ്ഞു. ഇന്ത്യയുടെ പൈതൃകമായ യോഗാസനം ഇന്ന് മത്സര ഇനമായി ലോകവേദിയിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണെന്നും എം.പി. ചൂണ്ടിക്കാട്ടി. അപ്പോൾ നമ്മൾ സ്വയം കരുതിയില്ലെങ്കിൽ നമുക്ക് വരുന്ന നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നവരെ പരസഹായം കൂടാതെ പരാശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും ജീവിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിൽ പരമപ്രധാനം ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് വിദ്യാലയങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രം. KDYSA പ്രസിഡന്റ് വി. മനോഹരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വി. സജീവ്, വൈസ് പ്രസിഡന്റ് വി. ജയരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. YSAK സംസ്ഥാന സെക്രട്ടറി ജ്യോതിഷ് ചാമ്പ്യൻഷിപ്പ് വിശദീകരിച്ചു. സ്വാമി ജിതാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. യോഗാചാര്യന്മാരായ ഉണ്ണിരാമൻ, സജി എന്നിവരും സന്നിഹിതരായി. വാർഡ് കൗൺസിലർ ടി. റനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year